ഹലോ കൂട്ടുകാരെ, ഇന്നലെ കമൻ്റായിട്ട് ഒരു ചോദ്യം കണ്ടിരുന്നു. അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. സോ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണിത്. ഇത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് മാത്രമല്ല, സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്കും പാർഷ്യലി ഹെൽപ്ഫുള്ളാണ്. കാരണം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു പാർട്ട്, ഒരു അവേക്കനിങ്ങിൻ്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ മാത്രമേ കൂടുതലായിട്ടും ഈ ഒരു വൂം ചക്രയുടെ കാര്യങ്ങൾ ട്രിഗർ ആവുന്നുള്ളൂ. ഓറൽസ് നമ്മളുടെ ഫെമിനൈൻ എനർജീസിൻ്റെ ലൈഫിൽ പ്രത്യേകിച്ചും ഹീലിങ്ങിൽ വരുമ്പോൾ വൂം ചക്ര അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്ന വൂം ചക്രയുടെ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വളരെ സാധാരണമാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ പെർട്ടിക്കുലറായിട്ടുള്ള കാരണങ്ങൾ മനസ്സിലാക്കാം, അതിൻ്റെ സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഒരു മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഫെമിനൈൻ എനർജീസ് വളരെ സാധാരണമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മേ ബി അത്ര നാളും വളരെ റെഗുലറായിട്ടുള്ള ഒരു സൈക്കിളിലൊക്കെ പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ പോലും ഹീലിങ്ങിലേക്ക് വരുമ്പോൾ ഇൻ പെർട്ടിക്കുലറായിട്ടും ആ സൈക്കിൾ, പീരീഡ്സിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇറഗുലർ ആവുകയോ അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് വരികയോ ഒക്കെ ചെയ്യും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം അല്ലെങ്കിൽ മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മളുടെ വൂമ്പെന്ന് പറയുന്നത് സേക്രൽ ചക്രയുടെ ഭാഗമാണ് അല്ലേ. അതായത് ഒരു ഇമോഷണൽ ചക്രയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇമോഷണലായിട്ടുള്ള ഏതൊരു ബ്ലോക്കേജ് വരുമ്പോഴും അത് അറിഞ്ഞോ അറിയാതെ നമ്മൾക്ക് എഫക്റ്റ് ആവുന്നത് നമ്മളുടെ വൂമ്പിലാണ്, അതായത് വൂം ചക്രയിലാണ്. സ്ട്രെയിറ്റ് അവേ അത് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് വരികയും ചെയ്യും. അതായത് ഈ ഒരു ഇഷ്യൂസ് എന്താണെന്ന് നോക്കാം. ഹീലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഹീലിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതുവരെ നമ്മൾ അവോയ്ഡ് ചെയ്തിരുന്ന നമ്മളുടെ ട്രൂ സെൽഫിലേക്ക് അലൈൻ ആവാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലി അതൊക്കെയും അതുവരെ നമ്മൾ അലൈൻ ആവാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അലൈൻ ആവാൻ പേടിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെയും സർഫേസിൽ വരുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് സർഫേസിൽ വരുന്നത്. ആദ്യത്തെ കാര്യമുള്ളത് പറഞ്ഞ പോലെ തന്നെ ഫിയർ ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വൂം ചക്ര ബ്ലോക്ക് ആവും. അതിലൂടെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സർഫേസിൽ വരും. അതിലേക്ക് നമ്മൾ എത്തപ്പെടും. അടുത്തതായിട്ട് ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ അബ്യൂസസ് കുഞ്ഞിലെ തൊട്ട് അല്ലെങ്കിൽ കുഞ്ഞിൽ എപ്പോഴെങ്കിലും ഗോ ത്രൂ ആയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷുവൽ ട്രോമാസ് ഉണ്ടെങ്കിൽ, ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പിന്നെ വന്നിട്ട് പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ, അതിപ്പം നമ്മളുടെ ജനറേഷന് ലീനേജിലൂടെയും നമ്മളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ വന്നിട്ട് സെക്ഷുവൽ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷുവൽ ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം, അതായത് ഒരു ഈ കാര്യങ്ങളൊക്കെയും ഒരു നല്ലതല്ല, ചീത്തയാണ് എന്നൊക്കെയുള്ള ഏതെങ്കിലും ബിലീഫ് സിസ്റ്റം നമ്മളിലുണ്ടെങ്കിൽ, ഫിയർ ഓഫ് ഇൻറ്റിമസീനെ കുറിച്ചൊരു ഫിയർ ഉണ്ടെങ്കിൽ, നമ്മൾ കള്ളം പറയുന്നുണ്ടെങ്കിൽ, ഇതൊക്കെയും സ്ട്രെയിറ്റ് അവേ നമ്മളുടെ വൂം ചക്രയിൽ എഫക്റ്റ് ആവും. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ പീരീഡ്സിനെ ത്രൂ ദ അവേക്കനിങ്, ആ ഒരു അവേക്കനിങ്ങിലൂടെ ഗോ ത്രൂ ആവുമ്പോൾ നമ്മൾക്ക് എഫക്റ്റ് ആവും. കാരണം വൂമ്പ് ചക്രയും ത്രോട്ട് ചക്രയും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അതിൻ്റെ ഒരു റീസൺ പറയുകയാണെങ്കിൽ, ഒരു ഫെമിനൈൻ എനർജീൻ്റെ പവർ എന്ന് പറയുന്നത് എക്സ്പ്രഷനാണ്. എപ്പോഴൊക്കെ അവർ ഈവൻ ബിഫോർ അവേക്കനിങ്ങും അവരുടെ വോയിസിനെ അവർ സപ്രസ് ചെയ്തിട്ടുണ്ടോ, അവർ എവിടെയൊക്കെ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റീനെ സപ്രസ് ചെയ്തിട്ടുണ്ട്, അതിനെയൊക്കെയും റീഗെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പവറിലേക്ക് വരണമെങ്കിൽ വൂം ചക്രയിൽ കിടക്കുന്ന ഇഷ്യൂസിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് അവർ ആ ഒരു ത്രോട്ട് ചക്രേനെ ആക്ടിവേറ്റ് ചെയ്യണം. അതായത് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അവരുടെ വോയിസ് ആയിരിക്കും അവരുടെ ഒരു സോൾ പർപ്പസിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ
ഒരു ക്രിയേറ്റീവ് സൈഡായിരിക്കാം, ഒരു ആർട്ടായിരിക്കാം, ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കാം, എന്താണെങ്കിലും ആ ഒരു ത്രോട്ട് ചക്രയിലൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫെമിനൈൻ എനർജി തൻ്റെ പവറിനെ ഒരു ലൈറ്റായിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പോകുന്നു, അത് ഏതൊരു രീതിയിലാണെങ്കിലും. സോ ഇതിലേക്ക് വരണമെങ്കിൽ അതിന് മുമ്പുള്ള കാര്യങ്ങളെ നമ്മൾക്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഓരോ ബ്ലോക്കേജസിനെ നമുക്ക് ഹീൽ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വൂംബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പീരീഡ്സിൽ ഒരു മിസ് അലൈൻമെൻറ്റ്, PCOS, PCOD, ഇങ്ങനെ കുറേ ഇഷ്യൂസ് നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ഹോർമോൺ ഇംബാലൻസ് ആയിട്ട് ബോഡിയിൽ നമ്മളിലേക്ക് ആ ഒരു സമയത്ത് എത്തുന്നത്. പിന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ വരുമ്പോഴത്തേക്ക് അതുവരെ നമ്മളൊരു ഹാപ്പി അല്ലാത്ത ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ നമ്മളുടെ ട്രൂത്തിനെ ചൂസ് ചെയ്യാതെ ഒരു ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു എനർജറ്റിക് പുള്ള് അല്ലെങ്കിൽ ഒരു ഉള്ളിലെ ആ ഒരു എനർജീനെ ട്രിഗർ ചെയ്യപ്പെടുകയാണ്. ബോഡീൻ്റെ ഉള്ളിലെന്ന് പറയാം, നെർവസ് സിസ്റ്റത്തിലെന്ന് പറയാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് എന്ന് പറയാം, ഇമോഷണൽ ബ്ലോക്കേജസിനെ ഫേസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെന്ന് പറയാം. അതിൻ്റെ കൂടെ തന്നെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളുടെ മിറർ സോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ അത്ര നാളുമുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തെ ഒന്ന് മിറർ ചെയ്ത് കാണിച്ചുകൊണ്ട് അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലേക്ക് കടത്തി വിടുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ഡിപ്രഷൻ്റെ ഫേസിലൂടെ കടന്നു പോകാറുണ്ട്. അത് ഏതൊരു ഫെമിനൈൻ എനർജിയും, അതായത് എന്താണ് കടന്നു പോകുന്നതെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, കാരണം ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും അവിടെ. അതേസമയം അത് മറ്റുള്ളവർ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ള പേടി ഈ ഒരു, അതായത് ഒരു ഡ്യുവൽ ലൈഫിലായിരിക്കും ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു ഫെമിനൈൻ എനർജി കടന്നു പോകുന്നത്. അതായത് അതുവരെയുള്ള 3D റിലേറ്റഡ് ആയിട്ടുള്ള ലൈഫിനെ ഹോൾഡ് ചെയ്തുകൊണ്ട്, കൺട്രോൾ ചെയ്തുകൊണ്ട്, തൻ്റെ ഉള്ളിൽ തൻ്റെ എനർജറ്റിക് ഫീൽഡിൽ എന്താണ് നടക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുമ്പോൾ, സോ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ റീസർഫേസ് കൊണ്ടുവരുന്ന ഒരു ഫേസാണ്. ഇവിടെ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നാച്ചുറലി നമ്മളുടെ ബോഡി നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് ആ ഒരു ഹോർമോൺ ഇംബാലൻസ് ആവുകയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം നമ്മുടെ ഉള്ളിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഡിസ്ബാലൻസ് ആവുകയും ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആണെങ്കിൽ നമ്മളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് ആ ഒരു എൻകൗണ്ടർ കഴിഞ്ഞിട്ടൊരു സെപ്പറേഷൻ ഫേസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എൻകൗണ്ടർ കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ചക്രാസ്, ഇൻ പെർട്ടിക്കുലറായിട്ട് നമ്മളുടെ സേക്രൽ ചക്ര ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. ആ സമയത്ത് സെക്ഷൽ എനർജി ഒരു ഹൈ സെക്ഷൽ എനർജി ആയിരിക്കും. അതിപ്പോൾ ഏതൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോഴും നമ്മളുടെ ഒരു ആ സ്പിരിച്വൽ അവേക്കനിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് ഇൻറ്റൻസ് ആയിട്ട് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളുടെ ചക്രാസിലുള്ള എനർജി ഒന്ന് ബാലൻസ് തെറ്റിയിട്ടായിരിക്കും പിന്നെ ഒന്ന് ബാലൻസ് ആവുന്നത്. സോ ഈ ഒരു പ്രോസസ്സിൽ വരുമ്പോഴത്തേക്ക് ഹൈ ആയിട്ടുള്ള ഒരു സെക്ഷൽ എനർജി കാണും. ആ ഒരു സെക്ഷൽ എനർജീനെ സപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പാട് കാണും, അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി തരത്തിലുള്ള മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓവർ തിങ്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ ഉള്ളിലെ ആ ഒരു യൂട്രസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പീരീഡ്സ് മാത്രമല്ല ആ ഒരു സമയത്ത് പ്രശ്നം വരുന്നത്, യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മളിലേക്ക് വരുന്നതാണ്. ഇത് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്തു വരുമ്പോൾ നാച്ചുറലി ഹീലാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഹീലാവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ആദ്യത്തെ കാര്യം, സേക്രൽ ചക്ര ഹീലാവാനായിട്ട് നമ്മൾ നമ്മുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. ദ സെയിം വേ നമ്മൾ ക്രിയേറ്റീവ് സൈഡിലേക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ എക്സ്പ്രഷൻ, നമ്മളുടെ ആ ഒരു സെൽഫ് എക്സ്പ്രഷൻ കൂടുകയും നമ്മളുടെ ത്രോട്ട് ചക്രയിലുള്ള ബ്ലോക്ക് നാച്ചുറലി പതിയെ ക്ലെൻസ് ചെയ്യപ്പെടുകയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പതിയെ ക്ലെൻസ് ചെയ്ത് നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേത് സെൽഫ് ലവിൽ വരിക എന്നുള്ളതാണ്. അതുവരെ നമ്മളുടെ ബോഡിയെക്കുറിച്ച് ഒരു ഇഷ്ടമില്ല എങ്കിൽ, അതായത്
മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ് ത്രൂ നമ്മൾ നമ്മളുടെ ബോഡീനെ കണ്ടിരുന്നെങ്കിൽ, നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണോ നമ്മൾ അങ്ങനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. പതിയെ പതിയാണ് ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്യുമ്പോഴാണ്. പിന്നെയും റിപ്പീറ്റഡായിട്ട് പാറ്റേൺസ് വരും. എന്നാലും നമ്മൾ എവറി ഡേ നമ്മളെ ചൂസ് ചെയ്യുമ്പോൾ, എവറി ഡേ ഈച്ച് ആൻഡ് എവറി ഡേ നമ്മളുടെ ആ ഒരു ഇംപെർഫെക്ഷൻസിനെ പെർഫെക്റ്റായിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്നല്ല അതിൻ്റെ മീനിങ്. നമ്മൾ പെർഫെക്റ്റ് അല്ല എങ്കിൽ പോലും ആ ഉള്ള ഇംപെർഫെക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സെൽഫ് ലവിൽ വരുമ്പോൾ, സെൽഫ് ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ, അതുവരെയുള്ള ലൈഫിൽ എടുത്ത എല്ലാ ഡിസിഷൻസിനും റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് ആ ഒരു ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ, പിന്നെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഫെമിനൈൻ എനർജി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ. കാരണം ഇവിടെ എഗെയിൻ ഒരു സ്പിരിച്വൽ പ്രാക്ടീസുകളിലേക്ക് വരുമ്പം നമ്മൾ ഓവർ ഗിവിങ് ആയിട്ടിരിക്കുമ്പോൾ അതും ഒരു ലെസൺ ആണ് ആക്ച്വലി. മേ ബി നമ്മളുടെ സെക്ഷുവൽ എനർജി പോലും നമ്മൾ പലപ്പോഴും ഔട്ട് ഓഫ് ഗിൽട്ട്, ഒരു ഗിൽട്ടിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുമ്പം, ഈവൻ നമ്മളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിലും ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റണ്ണർ ആൻഡ് ചേസർ ഡൈനമിക്സിലിരിക്കുമ്പോൾ അവർ വരുമ്പോഴൊക്കെയും നമ്മൾ ഓവറായിട്ട് ഇമോഷണലി അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ, ഓവറായിട്ട് സെക്ഷുവലി അവൈലബിൾ ആയിട്ടിരിക്കുമ്പോഴൊക്കെയും ഇതും ലെസൺസ് പഠിച്ചുകൊണ്ട് പതിയെ നമ്മളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കുമ്പം നാച്ചുറലി നമ്മുടെ വൂംബ് ചക്ര ഹീലാവുകയും അതിലൂടെ ആ ഒരു എനർജീനെ നമ്മളുടെ ക്രിയേറ്റീവ് സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ത്രോട്ട് ചക്രയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വന്നിട്ട് നമ്മൾക്ക് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് നമ്മുടെ വൂംബ് ചക്രയെ എഫക്റ്റ് ചെയ്യുകയും അതിലൂടെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസായിട്ട് നമ്മൾക്കത് സർഫേസിൽ വരികയും ചെയ്യുന്നതാണ്. പിന്നെ വന്നിട്ട് യോഗാസനാസ് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി യോഗാസനാസ്, അതായത് യൂട്രസ് റിലേറ്റഡ്, നമ്മളുടെ സേക്രൽ ചക്ര ഹീൽ ചെയ്യാനായിട്ട് ഒക്കെ ഉള്ള യോഗാസനാസ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ സെൽഫ് ലവിൽ വരുമ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ഹെൽത്തി ഒരു ഡയറ്റിലേക്ക് വരുന്നതാണ് ആക്ച്വലി ഫെമിനൈൻ എനർജീസ്. സ്റ്റിൽ പലതരത്തിലുള്ള ഒരു ഫുഡിൻ്റെ ക്രേവിങ് ഉണ്ടെങ്കിൽ ആ ക്രേവിങ് പോലും ആക്ച്വലി നമ്മളുടെ നെർവസ് സിസ്റ്റം ഹീൽ ആവാത്തപ്പോഴാണ് നമ്മൾ ഫുഡിൻ്റെ ക്രേവിങ്ങിലേക്ക് പോകുന്നത് പലപ്പോഴും. അങ്ങനെ അല്ലാതെ ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് വരുമ്പോൾ, ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, പിന്നെ വന്നിട്ട് നമ്മുടെ DNA ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ DNA റീപ്രോഗ്രാമിംഗ് നാച്ചുറലി നടക്കുന്നതാണ്. സ്റ്റിൽ ടു നമ്മൾക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള DNA റിലേറ്റഡ് ആയിട്ടുള്ള DNA ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ്, DNA ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴും നമ്മളുടെ വൂംബ് ചക്ര നാച്ചുറലി ഹീലാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. കണ്ടൻറ്റ് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ക്രിസ്റ്റൽ ഹീലിങ്ങിൻ്റെ ക്ലാസ്സസ്, ലാമ ഫെറാൻ്റെ ക്ലാസ്സസ്, അതല്ലാതെ ഇന്നർ ചൈൽഡ് ഹീലേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ്സസ്, ഇത് മൂന്നും ഫെബ്രുവരി മന്തിൽ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.